ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ അവസാനത്തെ കര എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലേക്ക് നമ്മൾ ട്രിപ്പ് പോയ കഥയാണ് കേട്ടോ പറയുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ നമുക്ക് വൺ സൈഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ട്രിവാൻഡ്രം നാഗർകോവിൽ വഴി തൂത്തുക്കുടി കയറിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. റോഡൊക്കെ നല്ല അടിപൊളി സ്മൂത്ത് റോഡായിരുന്നു. വഴിയിലുടനീളം നമുക്ക് കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കുന്നതെന്ന്, അതിന്ന് ഞാൻ ലൈവായിട്ട് കണ്ടു കേട്ടോ. രണ്ട് സൈഡിലും പാടം പോലെ ഇങ്ങനെ കെട്ടിയിട്ട് വരമ്പൊക്കെ കെട്ടി അതിൽ കടൽ വെള്ളം ഒഴിച്ച് അത് നീരാവിയായി കഴിയുമ്പം അവിടെ ഇങ്ങനെ ഉപ്പ് അടിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഈ കല്ലുപ്പാണ് അവരവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടത്. ഏർവാടി പള്ളി ഒക്കെ നമ്മൾ കയറി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടുത്തെ തൊക്ക് ബിരിയാണി അതുപോലെ മുഗൾ ബിരിയാണി ഇത് രണ്ടുമായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു തൊക്ക് ബിരിയാണി. അത് തമിഴ്നാട് സ്റ്റൈൽ തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അച്ചാറാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പോയി നമ്മൾ രാമേശ്വരം എത്തി. നമ്മൾ ഈ കാണുന്നത് പാമ്പൻ പാലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമാണ്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മധ്യഭാഗമാണ്. അതായത് കപ്പലുകൾക്ക് കടന്നു പോകാനായിട്ട് പാലത്തിൻ്റെ മധ്യഭാഗം രണ്ടായിട്ട് ഇങ്ങനെ ഉയർത്താൻ സാധിക്കും. രാമേശ്വരത്തായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ യാത്ര ചെയ്ത ക്ഷീണമൊക്കെ മാറ്റി കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ആയപ്പോൾ നമ്മൾ അവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ രാമനാഥ സ്വാമി ടെമ്പിളും ജസ്റ്റൊക്കെ ഒന്ന് പുറത്തൊക്കെ നടന്ന് കണ്ടു. ഇതെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഇനി നമ്മൾ പിറ്റേ ദിവസം പോയത് ധനുഷ്കോടിയിലേക്കായിരുന്നു.